ചില ന്യൂസുകൾ ചില മനുഷ്യരുടെ മനസ്സ് നമുക്ക് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നും അല്ലേ. വീണ്ടും വീണ്ടും നമുക്കത് ചിന്തിക്കാനുള്ളൊരു വിഷയമായി മാറുന്നത്. ഇപ്പോൾ കേട്ടൊരു ന്യൂസിൽ മനാഫ്, അർജുൻ്റെ മുതലാളി, അർജുനെ കാണാതായ അന്ന് മുതൽ അർജുനെ കണ്ടു കിട്ടാൻ വേണ്ടി അവിടെ തന്നെ നിന്ന് ഓരോ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്ന് അവസാനം അർജുനെ കിട്ടിയപ്പോൾ അർജുൻ്റെ ബോഡിയും കൊണ്ട് പോയി ആ കുടുംബത്തിന് എത്തിച്ചു കൊടുത്ത മനാഫിനെതിരെ ആ കുടുംബം ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ എന്തായിരിക്കാം മനുഷ്യരിങ്ങനെയെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. മനാഫ് ചെയ്ത കുറ്റം എന്താ? മനാഫിൻ്റെ ഉസ്താദിനെയും കുട്ടി വീട്ടിൽ പോയപ്പോൾ ഒരു 2000 രൂപ മനാഫ് തന്നെ പറയുന്നുണ്ട്. നമ്മൾ വയസ്സുള്ളവരൊക്കെ വീട്ടിൽ പോയാൽ കുട്ടികളെ കാണുമ്പോൾ ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യും. അപ്പോൾ കുട്ടിക്കൊരു പോക്കറ്റിൽ ഒരു 2000 രൂപ ഇട്ട് കൊടുത്തതാണോ വലിയ തെറ്റ്? ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റപ്പെടുത്തുന്നത് ശരിയാണെങ്കിൽ നടു റോഡിൽ വന്ന് നിൽക്കുക, എല്ലാവരും എന്നെ കല്ലെറിഞ്ഞു കൊന്നോ എന്നാ മനാഫ് പറയുന്നത്. ഈ കുടുംബത്തിന് നന്ദികേടാണോ ഇവർ കാണിക്കുന്നത്? അല്ല, ഇതുപോലെ പറയാൻ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കോ? എന്തായാലും ഒരമ്മ, പെങ്ങള്, ഭാര്യ കുറച്ചു കാലം ക്ഷമിച്ചിരുന്നൂടെ? അർജുൻ പോയിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. അർജുൻ്റെ മുതലാളി അത്രയും മോശമാണെങ്കിൽ ഈ അർജുൻ ഇത്രയും കാലം ഇങ്ങനെ രാവ് പകലില്ലാതെ ഒരു ലോറിയിൽ ഇത്രയും ദൂരമൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും മനാഫിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അർജുൻ ഇതുപോലൊരു ജോലിക്ക് പോവോ? 1.5 വർഷമായിട്ട് പിന്നെ പറയുന്നത് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മനാഫ് ഇതുപോലെ അർജുനെ കിട്ടാൻ വേണ്ടി നിന്ന്. അല്ല, അങ്ങനെ ഒരു നിയമം ഇല്ലെന്ന് പറയുന്നുണ്ട്. വണ്ടി കിട്ടിയില്ലെങ്കിലും മനാഫിനുള്ള ഇൻഷുറൻസ് മനാഫിന് കിട്ടുമായിരുന്നു. മനാഫ് അമ്മക്ക് പറയുന്ന ഒരു ദുഃഖത്തോടെ കൂടെയുള്ള ഒരു സംസാരം എല്ലാവരും കേട്ടതല്ലേ. ഇപ്പൊ കുടുംബത്തിന് എന്താ പറ്റിയത് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അനിയൻ പറയുന്നു ഏട്ടൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ സഹിക്കൂല എന്ന്. ഏട്ടൻ ഇത് കേൾക്കുന്നുണ്ടാവും അനിയൻകുട്ടി. കാരണം ഏട്ടൻ എന്തായാലും 1.5 വർഷം ജോലി ചെയ്ത കുടുംബത്തിന് വേണ്ടി തന്നെയല്ലേ, അല്ലാതെ ഏട്ടൻ ഈ പൈസ എടുത്തിട്ട് പോയിട്ടില്ലല്ലോ. പിന്നെ മനാഫ് സാലറി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ 1.5 വർഷം ഏട്ടൻ മനാഫിന്റെ കൂടെ ജോലി ചെയ്യുവോ? ഇല്ല. അവർ തമ്മിൽ ജാതിയിലും മതത്തിലും എല്ലാം അപ്പുറത്തൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. സമ്മതിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. പിന്നെ നാട്ടുകാരങ്ങനെ പറയുന്നു, മനാഫ് മുതലെടുക്കുന്നു, മനാഫിന് അതിൽ നിന്ന് നേട്ടങ്ങളുണ്ട്. നിങ്ങളും നിങ്ങളുടെ മരിച്ചുപോയ അർജുൻ്റെ ഭാര്യക്ക് ഈ ഒരു പേരിൽ തന്നെയല്ലേ ജോലി കിട്ടിയത്? എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലെ മരിച്ചു പോകുന്നുണ്ട്. വയനാട് ദുരന്തത്തിൽ എത്ര ആൾക്കാർ മരിച്ചുപോയി. എല്ലാവർക്കും എന്താ ജോലി കിട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും, പിന്നെ മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്നും മുതലെടുക്കുക എന്ന് പറയുമ്പോൾ ആരാ അർജുൻ്റെ കാര്യത്തിൽ മുതലെടുക്കാത്ത? മീഡിയക്കാരോ? ആരാണ്? ഗവൺമെന്റോ? എല്ലാവരും അർജുൻ്റെ കാര്യത്തിൽ മുതലെടുത്തു. എല്ലാവർക്കും അതിൽ നിന്ന് അർജുൻ അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. കുറച്ചു കാലം ക്ഷമിച്ചിട്ട് ഇതുപോലെ അമ്മയും, സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം ഒരു എന്താ പറയുക, സ്വന്തം മകനായാലും ഭർത്താവായാലും ഏട്ടനായാലും ഇപ്പോൾ ഈ ത്വര എന്താന്ന് പറഞ്ഞാൽ മനാഫിനെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തണം. മനാഫിനെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സന്തോഷമാവോ? അങ്ങനെ എത്ര നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ പറഞ്ഞു, അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളും ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. നാട്ടുകാർ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രമാത്രം സൈബർ ബുള്ളിങ്ങും ഡിപ്രഷനുള്ള മരുന്ന് കഴിച്ച് കിടക്കുകയാണെങ്കിൽ ഈ 75 ദിവസം അനുഭവിച്ച മനാഫിന്റെ വേദന എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്ത? മനാഫിനെ കുറ്റപ്പെടുത്തിയതുപോലെ നിങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത്, ഇല്ലേ? അതൊക്കെ സത്യമായിരുന്നോ? അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ സഹോദരി പറഞ്ഞു, സഹോദരി അങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ലേ? എങ്ങനെ നിങ്ങൾക്ക് മനാഫിനെ കുറ്റപ്പെടുത്താൻ തോന്നി? എന്തായാലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല മനാഫ് അങ്ങനെ ഈ കുടുംബത്തോട് ചെയ്യൂ എന്നുള്ളത്. മനാഫ് വീണ്ടും പറയുകയാണ്, നടു റോഡിൽ വന്ന് നിന്ന് എന്നെ കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്നാ മനാഫ് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഈ പറയുന്നതിൽ 1% ശരിയില്ലെങ്കിൽ കാലം കണക്ക് ചോദിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല. അമ്മയായാലും സഹോദരിയായാലും ഭാര്യയായാലും അനിയനായാലും എന്തോ ഇതിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഒരിക്കലും 1.5 വർഷം എൻ്റെ മകൻ നിന്ന് ആ മനാഫ് എന്ന് പറയുന്ന ലോറിയുടെ മുതലാളിയെ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല, നോക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്ന് ക്ഷമിച്ച് നിൽക്കായിരുന്നു അല്ലേ? മനാഫിനോട്, മനാഫിൻ്റെ വേദനയിൽ എല്ലാ മലയാളികളും ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പോയ അർജുനോട് എന്താ പറയുക, അർജുൻ ഇതൊക്കെ കാണുന്നുണ്ടാവാം.